സാറേ അല്ല സാറൊന്ന് പറയുന്നൊന്ന് കേൾക്ക് സാറേ. നമ്മുടെ ഈ മാസാവസാനമൊക്കെ അല്ലേ അതിന്റെ ചെറിയൊരു ടൈറ്റ് ആണ്. അല്ല ഞങ്ങളുടെ ബാങ്കിൽ മാത്രമല്ല മൊത്തത്തിൽ ടൈറ്റ് ആണ് സാറേ. ഈ മാസാവസാനം അല്ല, അപ്പൊ എല്ലാ ബാങ്കിലും ടൈറ്റ് ആണ്. ഓക്കെ സാറേ, നമുക്ക് ശരിയാക്കാം സാറേ. ഈ ടൈറ്റിന്റെ പ്രശ്നം അതുകൊണ്ടാ. ഓക്കെ, ഇതൊരു ടൈറ്റ്. നല്ല ടൈറ്റ് സാറേ. ആ അതെ, ഭയങ്കര ടൈറ്റ്. ശ്രദ്ധിച്ചായിരുന്നാ? പിന്നെ ഞാൻ ശ്രദ്ധിച്ചെങ്കിൽ പിന്നെ ആര് ശ്രദ്ധിക്കും? ഓൺലൈൻ എടുത്തോണ്ടാന്ന് തുണി എടുത്ത് തയ്ച്ചാ മതിയായിരുന്നു. ഏത് ടൈറ്റിന്റെ കാര്യം പറഞ്ഞു? അയ്യേ രാവിലെ ചമ്മി, ഞാൻ ബാങ്കിന്റെ ടൈറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു ചുണ്ടലി എന്നെ കവളിപ്പിച്ച് ഇതിനകത്തേക്ക് കയറിയേക്കുന്നത്. പതുക്കെ സമയം എടുത്ത് പിടിച്ചാൽ മതി. എലിയെ പിടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞേ. എലിയെ പിടിക്കുന്ന കാര്യമായി പറഞ്ഞേ. ഇവിടെ ചെറിയൊരു എലിയെ പിടിക്കാൻ പറ്റാത്ത താനാണ് എത്ര കോടിക്കണക്കിന് രൂപയുള്ള ബാങ്ക് പിടിക്കാൻ നോക്കുന്നത്. എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട സാറേ. 26 വർഷമായി ഞാൻ ഈ ബാങ്കിൽ ഇരുന്ന് ഉറങ്ങുന്നത്, ജോലി ചെയ്യുന്നത്. ഇന്നേ വരെ എന്റെ കണ്ണ് വെട്ടിച്ച് ഒരു ഈച്ച പോലും ഇതിനകത്ത് കയറിയിട്ടില്ല. അറിയാമോ നന്ദിനി? ഇവിടെ നിന്നെ പശുവിനായിട്ട് ഇതിനകത്തേക്ക് വരുന്നത്. എടോ ജെറുസലേമിലെ കാലിത്തൊഴുത്തല്ല ഇതിനകത്ത് പശുവിനെ കൊണ്ടു കേട്ടാൽ പുറത്തേക്ക് പോവാൻ. സാറൊന്ന് പിടിച്ചേ. എന്തിനാ? എടോ എന്താ താൻ എന്തിനാ വന്നവിടെ? അതെ, മാനേജറെ വിളിക്കും. മാനേജറെ വിളിക്കണോ? മാനേജറെ വിളിക്കും. അവിടെ നിൽക്കണേ. കണ്ണേ ഇങ്ങനെ വട്ടത്തിൽ എഴുതണേ. അപ്പൊ അന്ന് വാലിട്ടെഴുതിയെന്നല്ല, വാലിട്ടെഴുതിയ നീലക്ക. അതെ, മാനേജർ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ നടക്കത്തില്ല, കാര്യം എന്നോട് പറഞ്ഞാൽ മതി. അതെ, നിങ്ങളുടെ പശുവിന് ലോൺ കൊടുക്കുന്നുണ്ടോ? പശുവിന് ലോണല്ല, ഇവിടെ പുല്ലും വൈക്കോലും ഒക്കെയാ കൊടുക്കുന്നേ. ഓ, രാവിലെ നല്ല ഫ്രഷ് തമാശ. മാനേജറെ വിളിക്ക്, അത്യാവശ്യമാണ്. അത്യാവശ്യമാണോ? ആ സാറേ, സാറേ ആ അക്കൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നേ. പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആള് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, എല്ലായിടത്തും ഞാൻ തരാം. ഓക്കെ. എന്താണ് പശുവോ? ആ, എന്തിന്? അതെ, നിങ്ങൾ പശുവിന് ഇവിടെ ലോൺ കൊടുക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പശുവിനെ കൊണ്ടുവന്നത്. എന്റെ ഷീജ പശുവിന് ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇതൊന്ന് നോക്കിയേ പശുവിനെ കൊണ്ടുവന്ന് എന്ത് കോമഡിയാന്ന് പറഞ്ഞു. പശുവിനെ വെളിയിലാക്കണം, വെളിയിലാക്കാം പശുവിനൊക്കെ. അതെ, ഒന്ന് പിടിച്ചേ. ഓട്ടെ, ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ല ഇയാളെന്താ പശുവിനെ കൊണ്ടത് എനിക്ക് വ്യക്തമാവുന്നില്ല. അതെ, എനിക്ക് പശുവിന് ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ലോൺ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ പശുവിനെ എന്തിനാ കൊണ്ടുവരുന്നത്? കാര്യം എന്താ? പശുവിനെ കൊണ്ടുവരേണ്ട കാരണം എന്താ? അതെ, കഴിഞ്ഞ ആഴ്ച എന്റെ ചേച്ചി ഇവിടെ ലോൺ എടുക്കാൻ വന്നു. അപ്പൊ എന്റെ അളിയനോട് നിങ്ങൾ എന്താ പറഞ്ഞത്? ചേച്ചിക്ക് ലോൺ വേണമെങ്കിൽ ചേച്ചി വന്ന് ഒപ്പിടണം. അത് വരേണ്ടി വരും, ചേച്ചി വരേണ്ടി വരും. അതുകൊണ്ടാണ് പശു. കയ്യും കാലും പശു എങ്ങനെ ഒപ്പിടും ഷീജ? കയ്യും കാലും പശു അല്ല, പശു കൈയും കാലും ഉണ്ടെങ്കിൽ നിറങ്ങിയല്ലേ വരുന്നത്. പിന്നെ എങ്ങനെ ഒപ്പിടും പശു? അതെ, ഇവിടുത്തെ മഷിയില്ലേ, പശുവിന്റെ വാലിലൊന്ന് അടിക്കുക, പേപ്പറിൽ അടിക്കുക. ഓക്കെ, അടിച്ചോണ്ടിരിക്കുള്ളൂ. പശുവിന്റെ വാലെടുത്ത് അടിക്കുക. അപ്പൊ എന്റെ ലോണ് എന്റെ പശുവിടെ പശു, എന്റെ പശുവിടെ നന്ദിനി. അത് പശുവാണോ അതോ പി.ടി. ഉഷയാണോ? എന്നെ ഓട്ടോണോ എന്നെ കൊണ്ട് ഓടിയത്? പശുവിടെ എന്റെ കൈവിട്ട് പോയി. ഇപ്പൊ പോയ എറണാകുളത്തിന് പിടിക്കാം. സാറേ, എന്റെ ലോൺ. അയ്യോ, എന്റെ പശു നന്ദിനി. മുടി സ്ട്രൈറ്റ് ചെയ്യണേ സാറേ. എനിക്കൊരു ചുരിദാർ വേണം. രണ്ടെണ്ണം മാറ്റി തരാം. എന്താണ്? ഞാനൊന്നും കണ്ടില്ല. കാണാനൊന്നുമില്ലല്ലോ ഇവിടെ. അല്ല, ചായ വേണോ? വേണം. വിത്തൗട്ടല്ലേ? ഇടക്കിടക്ക് ഇടാറുണ്ട്. എന്ത് പഞ്ചാര? ഇന്നത്തെ പഞ്ചാര കൂടുതലാ. നീ വിത്തോട്ട് കഴിച്ചാൽ മതി. നീ കാണിക്കുന്നില്ല, മനസാക്ഷി ഇല്ലാത്ത പരിപാടിയാണ് നീ കാണിക്കുന്നത്. എന്റെ ഇതിയാണ് ഓരോ ഒപ്പിടുന്ന താമസമല്ല ഉള്ളു. നീ ഒന്നും മിണ്ടാതിരി. ഞാൻ പള്ളിപ്പറമ്പ് ശവക്കുഴി കുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ തന്നെ നിനക്ക് ഞാൻ വന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. എന്റെ പൊന്നുമാൻ ശവം പിന്നാലും കുടിച്ചിടാ. ഇപ്പൊ ഒപ്പിട്ട് 50,000 രൂപ ലോൺ കിട്ടത്തില്ലയോ? 50,000 രൂപ കിട്ടിയാൽ ഇതിനൊന്ന് എനിക്ക് എന്നാ തരുന്നീ? കിടക്കുന്നു. ചെറിയ കുപ്പി എടുക്കാം. ഇതിന്റെ ചുമക്കുള്ള മരുന്ന് മേടിക്കാനോ? അത് നിന്റെ മറ്റവന് കൊണ്ട് കൊടുത്താൽ എനിക്ക് 1 ലിറ്റർ സാധനം കൂടെ കിട്ടണം. 50,000 രൂപ കൊണ്ടിട്ട് വിട്ടത്തെ എനിക്ക് വേറെ കടം തീർക്കാനുള്ള. എന്താ ഇവിടെ കിടന്ന് ബഹളം മുടക്കുക? ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റത്തില്ല. എനിക്ക് 1 ലിറ്റർ സാധനം വേണം. ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പതുക്കെ സംസാരിക്കണം. എന്തിനാ വന്നത്? എന്തെങ്കിലും പറയാനെനിക്ക് ഒച്ച പറ. അതുകൊണ്ടല്ലേ ഗുരുവാ പറഞ്ഞ ഒച്ച ലോൺ എടുക്കാൻ വന്നയാണെന്ന്. ലോൺ എടുക്കാൻ വന്നാ പിന്നല്ലാതെ മാനേജറെ കാണണം. അത്രയല്ലേ ഉള്ളൂ. അവിടെ നിൽക്കി വിളിക്കാം. മഞ്ഞ ചുരിദാറാണ് ഈ ഫോട്ടോക്ക് പറ്റിയത്. മഞ്ഞ ചുരിദാർ എന്റെ പിറന്നാളിന് മേടിച്ചു തന്നാ മതി. സാറേ, ഈ ടെക്സ്റ്റൈൽസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് വരാമോ? ഒരു അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. ശല്യങ്ങൾ ഇങ്ങോട്ട് വിളിയാറോ? അങ്ങോട്ടും അങ്ങോട്ട് ചെല്ലാൻ വരുന്നു സാറേ. എന്താ കാണിക്കുന്നത്? എന്താ കാണിക്കുന്ന? അവിടെ കാല് മുഴുവനും മണ്ണാ. അപ്പൊ ഇത് കഴുകിയിട്ട് അങ്ങോട്ട് വരാനോ? കാല് കഴുകാൻ വെച്ചേക്കുന്നല്ല, കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം. എന്നാ കാല് കഴുകിയ വെള്ളം ഇനി എന്റെ പാർട്ടി കുടിക്കും. നല്ല ഫാമിലിയാ സാറേ,
സാറേ 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 എവിടാ സാറേ ഒപ്പിടണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് പറയാം. ഇതൊക്കെ എന്റെ പണിയായത് നിങ്ങൾ എന്റെ ടൂൾസ് അല്ലേ? എന്റെ ടൂൾസ് ആണ്. പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്താ ഇതെന്റെ പണിയായതോ? എടുത്തോണ്ട് പോടാ കോപ്പയ്ക്ക് എടുത്തോണ്ട്. രാവിലെ എന്താ കർഷക ദീപോ പശു മൺമട്ടി എന്താ ഇത് ഭയങ്കര ചൂടനാന്ന് തോന്നുന്നു. കാര്യം പറഞ്ഞിട്ട് എനിക്ക് കുടിവെട്ടാനുള്ളതാന്ന് പറഞ്ഞു. സാറേ പിന്നെ എനിക്ക് പിന്നെ 50,000 ലോണിന്റെ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. ആര് പറഞ്ഞു ലോണ്? മറ്റേ നമ്മളെ പിരിക്കാൻ വരുന്ന ശ്രീജിത്ത് സാർ പറഞ്ഞായിരുന്നു. ശ്രീജിത്ത് സാറേ നമ്മളെ വീട്ടിലെ ആഴ്ച ബുധനാഴ്ച പിരിക്കാൻ പറഞ്ഞ ഒരു ചെറുക്കാണ്, ചിരിക്കാത്ത ചെറുക്കാൻ. തേനീച്ചക്കൂട്ടില റാണി. തേനീച്ചക്കൂട്ടില റാണിയാ? എന്റെ സാറേ ഈ ചെറുക്കൻ ബുധനാഴ്ച ആകാൻ നേരത്ത് ഞങ്ങളുടെയൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് വരും. എന്നിട്ട് ഇവൻ ഏതെങ്കിലും വീട്ടിലെ തിണ്ണയിലോട്ട് കയറി അങ്ങോട്ട് ഇരിക്കും. അന്നേരം ഈ കരയിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ തേനീച്ച കൂടുന്ന ഇവനെ നേരെ വന്ന് അങ്ങ് പൊതിയും. കുറച്ച് കഴിയാൻ നേരം തൂറ്റിക്കൊണ്ട് അങ്ങ് പോകും. എന്താ ഞങ്ങളെ കൂട്ടുള്ളവന്മാര് പണിയുന്ന പൈസ കൊണ്ടുപോകുന്ന ആരെയും എന്റെ ദൈവമേ ആണ്ട്രീ പള്ളിപ്പറമ്പിൽ അച്ഛൻ വിളിക്കുന്ന കുഴി എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും. അച്ഛൻ അവിടെ അരമന ഇരിക്കല്ലോ, നിങ്ങൾ പറ കുഴി വെട്ടിക്കൊണ്ടിരിക്കാന്ന് കള്ളം പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. പറ അച്ഛോ ഞാനിവിടെ കുഴി വെട്ടിക്കൊണ്ടിരിക്കുക. ഒറ്റ അടിയാണ് കൂടെ ഒന്നുണ്ടല്ലോ. അല്ലച്ചാ ഒരു 1.5 അടി കൂടെ താന്നാ മതിയെന്ന്. ആ ശരിയെന്നാ. സാറേ മറ്റേ 50,000 രൂപ മറ്റേ ഒപ്പിട്ടിട്ട്. ആര് പറഞ്ഞു ഇവിടെ ഒപ്പിടാൻ പറഞ്ഞു? അല്ല മറ്റേ ശ്രീജിത്ത് സാർ പറഞ്ഞായിരുന്നു. പലതും പറയാം ഇവിടെ ഒപ്പും കോപ്പൊന്നും ഇല്ല. ബാങ്ക് ഇപ്പം തരാൻ പറ്റില്ല കാരണം ലോണും കോപ്പൊന്നും ഇല്ല ഇവിടെ. അല്ല മറ്റേ വേറെ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാ. വേറെ മറ്റേ ഇൻഷുറൻസിന്റെ കേസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. അത് ചേച്ചി പലിശ കുറവാണല്ലോ അല്ലേ കൊച്ചേ? പണിയെടുത്ത് നടു ഓടിഞ്ഞു. അതുകൊണ്ട് പലിശ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് അല്ല ഇതൊരു ഇൻഷുറൻസ് ആണ് ചേച്ചി. ഇത് 1 രൂപയ്ക്ക് 1 ജീവൻ എന്നുള്ള ഒരു പദ്ധതിയാണ്. ചേച്ചി 1 രൂപ അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാറ് വണ്ടി ഇടിച്ചോ മറ്റോ മരിച്ചാല് ചേച്ചിക്ക് 1 ലക്ഷം രൂപ കിട്ടും. ഇനി അഥവാ ചേച്ചി 3 രൂപയാണ് അടക്കുന്നതെന്നുണ്ടെങ്കിൽ സാറ് മരിച്ചു കഴിഞ്ഞാൽ അപകടമരണമായിരിക്കണം, ചേച്ചിക്ക് 3 ലക്ഷം രൂപ കിട്ടും. ചേച്ചി 5 രൂപയാണ് അടക്കുന്നുണ്ടെങ്കിൽ ഈ സാർ എന്തെങ്കിലും പറ്റി മരിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് 5 ലക്ഷം രൂപ കിട്ടും. ഞാൻ അത്തരത്തിലുള്ള നോട്ടം അല്ല നോക്കിയത്. എന്റെ അച്ചായന്റെ കാലിലൊരു മുള്ളു പോലും പറ്റല്ലേ എന്ന് ഞാൻ ഈശോയോട് കൈയെടുത്ത് കൂപ്പിയതാണ്. എന്റെ തെറ്റി അങ്ങനെയാണോ എന്റെ ചായ കരുതിയേക്കുന്നേ? ഈ ഉള്ളവന്റെ പുറത്തൊരു മണ്ണ് പോലും വീടല്ലേ. അതെ എന്റെ കർത്താവേ, എന്റെ പ്രാർത്ഥന വേണ്ട സാറേ. എനിക്ക് ഈ ഇൻഷുറൻസ് വേണ്ടായേ. എനിക്ക് വേണ്ട വേറെ ഏതെങ്കിലും ഉണ്ട് തന്നാ മതി. എനിക്ക് വേണ്ട. അയ്യോ എന്റെ ചായ വേറെ എന്തെങ്കിലും ഉണ്ടേ പറ സാറേ. വേറെ നിങ്ങൾക്ക് തരാൻ പറ്റിയൊന്നുമില്ല. വിധവകൾക്ക് വേണ്ടി ഒരു 10 ലക്ഷം രൂപ വരെ ലോണുണ്ട്. അയ്യോ അതെനിക്ക് താ സാറേ. നിങ്ങൾ ഹസ്ബൻഡ് ഇരിക്കുകയല്ലേ? അതിപ്പോ വെട്ട് മൂടി ഞാൻ കുടിവെട്ടുന്ന കാര്യം പള്ളിയിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്റെ അച്ഛൻ വീണ്ടും വിളിക്കുന്നു. എന്റെ ദൈവം തമ്പുരാൻ അച്ഛൻ വിളിക്കുന്നു. ഞാൻ ഒരു കുടിയുടെ കാര്യം ഞാൻ എന്നാ കാര്യം ചെയ്യും. നിങ്ങൾ സംസാരിച്ചോ, ബാക്കി കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. ശരി എന്നാ വിളിച്ചോ. എന്റെ അച്ഛൻ ഞാനിവിടെ മണ്ണുമാണ് തിന്നുമല്ല. ഈ മണ്ണ് കൊട്ടക്കകത്ത് ചുമന്ന് മാറ്റിയാൽ മാത്രമേ കുഴി തീരുവുള്ളൂ. 12 ആകുമ്പോഴല്ലേ? ആ ശരി എന്നാ വെച്ചോന്നാ. ഓക്കെ എത്ര വയസ്സ് കാണും? 10-15 വയസ്സ് എന്തായാലും കാണും. പാൻറ് സെറ്റുകാരൻ ഇങ്ങനെ വന്ന കാര്യം ചോദിക്കട്ടെ. ഇവിടെ 10-15 വയസ്സില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ ഈ കിടന്ന് ഈ കോനാമ്പീച്ച കാണിക്കാൻ വേണ്ടി അങ്ങോട്ടെങ്ങാനും പോയിരിക്കില്ലേ? ഇന്നത്തെ കാലത്ത് ഒരാളെ സഹായിക്കാൻ പാലെന്ന് പറഞ്ഞതാ. ലോണിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കില്ല. അവൻ വേനൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു. സാറേ പറഞ്ഞ 50,000 രൂപയുടെ കാര്യം. ഇത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഈ ലോൺ എന്ന് പറഞ്ഞ എണ്ണിച്ചുട്ട് അപ്പോഴാണ് അങ്ങോട്ട് എടുത്തിയാലേ? അല്ല സാറേ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ പോയിട്ട് അടുത്ത ആഴ്ച കാണാമോ? ലോണൊന്നും ഇല്ല. അല്ല സാറേ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? അടുത്ത ആഴ്ച ചുമ്മായിരുന്നു. ശരി അവൻ ഇതിനൊന്നും അല്ല നേരം. അവൻ ഏത് നേരം ലേഡീസ് ഹോസ്റ്റലിനകത്തോട് തലയിട്ടുകൊണ്ടിരിക്കാൻ അവന്റെ നേരേ ഉള്ളൂ. ഇതൊന്നും കിട്ടുന്ന കാര്യമല്ല. നമുക്ക് പോയി എനിക്ക് എന്റെ കുഴിയൊന്ന് തീർത്തിട്ട് തോമാത്തിൽ കുഴിച്ചിട്ടുള്ള നീ പോവാ. നമുക്ക് നിക്ക് അവൻ ലോൺ തരുന്ന കാണണം. നിങ്ങൾക്ക് ലോൺ തരുന്ന കാണണോ? പെണ്ണിന്റെ ബുദ്ധി നോക്കണം സാറേ. ഇത് രാവിലെ
മോഹൻലാലിന്റെ ഇടയ്ക്കിരിക്കുന്ന ഈ സാർ എന്റെ മുഖത്ത് നോക്കി ലോൺ തരത്തില്ല എന്ന് പറഞ്ഞപ്പോ ചങ്ക് പൊട്ടിപ്പോയി സാറേ. ഇതാണ് മോഹൻലാൽ കാപ്പി ഇത്ര ലൂസിഫറിന്റെ കണക്ക് താടി വെച്ച് മോഹൻലാലിന്റെ ഫിഗർ ആയിട്ടിരിക്കുന്ന ഈ സാർ എന്റെ അടുത്ത് പറയുന്നത് കേട്ടോ. ശരിയാ ചെറിയ ഷേപ്പൊക്കെ ഉണ്ട്. എനിക്ക് ആ ചെറിയ കണ്ണൊക്കെ അതുപോലെ തന്നെ മീശയൊക്കെ കറക്റ്റാ. കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നു. അതെ കൊറേ വർഷം അതിൽ തുടങ്ങിയിട്ട് കേട്ടാ. കൊറേ വർഷം മോഹൻലാൽ എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ എടുത്ത് ഒപ്പിടും അങ്ങ് തരുമെന്നൊക്കെ. 25 വർഷമായി ഞാൻ വർക്ക് ചെയ്യുന്നത് കേട്ടാ. എറണാകുളത്തായിരുന്നപ്പോ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. എന്താ പറയുക, കുഞ്ചാക്കോ പോകാനെന്ന്. ഓ ഇതൊക്കെ നസീറിന്റെ കാലത്തുള്ള ഐഡിയ ആണ്. മോഹൻലാൽ എന്ന് പറയുമ്പോ ലോൺ ഇപ്പൊ അങ്ങ് കൊണ്ടുപോവാ. ഭയങ്കര ഫ്രഷ് ഐഡിയ ആയി കേട്ടോ മോഹൻലാല്. ഞാൻ മോഹൻലാൽ എന്ന് ഞാൻ അല്ല സാറേ എവിടെ ചിരിച്ചേ. എവിടെയൊക്കെ ഒരു ലാലേട്ടന്റെ ഒരു കട്ടുണ്ട്. പറഞ്ഞത്ര വിട്ട് കളയണ്ട. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് പുള്ളിക്ക് എന്നെ കാലം വണ്ണം നോക്കില്ലേ? അതൊന്നും സാരമില്ല. ആ തോള് ചരിച്ചിട്ടുള്ള നടത്തും പഴയ സൈസൊക്കെ ഇത് തന്നെയല്ലേ? ആ പണ്ടത്തെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളുടെ ലാലേട്ടനൊക്കെ അങ്ങനെയല്ലേ? മുടിയൊക്കെ ഒന്ന് ചരിച്ച് വാരി ചരിച്ചിട്ട് തോളൊക്കെ ചരിച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ അടിച്ചൊന്ന് നടന്നു. അവര് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ കറക്റ്റാണ്. കറക്റ്റാണ് നോക്കിയാ കറക്റ്റാണ്. Still I love you. വിളിച്ചായിരുന്നു. അപ്പൊ ലാലേട്ടൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്റെ ലാലേട്ടന പൈസ തരുവാണ് ഞങ്ങൾക്ക് അങ്ങ് പോകാമായിരുന്നു. ആണല്ലേ? കാരണം എത്രയാ നിങ്ങൾ ഉദ്ദേശിച്ചത്? 50,000 അല്ലേ? 1 ലക്ഷം തരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മോഹൻലാലിന്റെ കണക്കല്ല, മോഹൻലാലിന്റെ മനസ്സ് ആണല്ലേ? അപ്പോ അയ്യോ ലാലേട്ടൻ ഇവിടെ ചുമന്നിരിക്കുന്നു. അത് മുറുക്കാൻ ചോദിച്ച മംഗലശ്ശേരി നീലാണ്. പൈസ ഒറ്റ അടിയാൻ പറ്റും കേട്ടോ. തലയിരിക്കുമ്പോ മാലാടുമ്പോ മോളെ എന്റെ അച്ഛനെ കൊച്ചായിക്കൊണ്ട് എനിക്ക് വേണ്ട. കോടികൾ കൊണ്ടുവന്ന് തലവടി ഇട്ടാലും ഞാൻ വാങ്ങിക്കത്തില്ല. അങ്ങനെ എന്റെ അച്ഛനെ കൈ നീട്ട് വാങ്ങിച്ചാ മതിയേ. ബാങ്കിൽ വിട്ടോ ഉടനെ. അല്ല ഞാനിപ്പോ വെള്ളം അടിക്കാനായിട്ട് ഇപ്പൊ ഞാൻ എടുത്ത് വെച്ചേക്കാം. നമുക്ക് പോകാൻ പോകാം. ആയ കാലത്ത് കുത്തി നടക്കാം. അത് പിടിച്ചോ. ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ കുഴി തീർത്തില്ല, അതുകൊണ്ട്. അതെ പലിശ കറക്റ്റായിട്ട് അടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങെത്തും പൂവള്ളിയിലെ. നിന്റെ അപ്പൂപ്പനെ കാലവാരത്തൂക്കി എടുത്ത് ചന്ദനമുട്ടി വെച്ച് കത്തിക്കും. ആശ തീർക്കും ഞാൻ. എന്നാ പറ്റിയ എന്നാ കേസ്? എന്ത് ചൂടാൻ? ചൂടോ? നല്ല AC ഇട്ടിട്ട് ചൂടാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ലല്ലോ. എന്നാ കുഞ്ഞിന്റെ പ്രശ്നം എന്നാ? ഗുളിക കഴിച്ചാൽ അങ്ങനെ മാറുമോ? ലാലേട്ടൻ ലാലേട്ടൻ അതെനിക്ക് മനസ്സിലായി. അതാരത്? എനിക്ക് എന്നാ കുഞ്ഞ ഞാൻ അവിടെ ഇങ്ങനെ ആക്കിയോ ലാലേട്ടൻ ഇപ്പൊ ഒപ്പിടുന്നതിന് മുമ്പേ. എന്താ കഷ്ടമാണ്. ആ കുഴിയെടുത്ത് ഞാൻ അങ്ങ് ചാടി അങ്ങ് ചത്താ മതിയായിരുന്നു. ലാലേട്ടൻ ഇരിക്കുന്നു. കൊരങ്ങനെ ഷേവ് ചെയ്ത മുഖമായിട്ട് വന്നെങ്കിൽ ലാലേട്ടൻ നീ പറഞ്ഞല്ല. ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കോ? സെക്യൂരിറ്റിയാണോ? അതെ അതെ. മോഹൻലാലിനെ കണ്ടോ? വെടിവെച്ച് വന്നല്ലേ കളിയാക്കല്ലേ? ഒരു മനുഷ്യൻ അതൊക്കെ അങ്ങനെ നമുക്ക് മക്കളില്ലേ? എങ്ങ് പാമനെ വരി അടങ്ങിയിരിക്കും. ചുമ്മാ അടങ്ങിയിട്ട് ഒരു മനുഷ്യനെ കണ്ണാടിയിലൊന്നും നോക്കാറില്ലേ? നോക്ക് സാറ് കണ്ണാടിയിലൊന്നും നോക്കാറില്ലേ? ആരില്ല എന്തേലും മണ്ടത്തരം പറഞ്ഞത് അങ്ങോട്ട് അപ്പൊ തന്നെ വിശ്വസിച്ചോളൂ. സാറ് ഇതാണ് പറയണ, പാലം കടക്കോളം നാരായണ, പാലം കടന്ന കൂരായണ.
അയ്യോ വേണ്ട അച്ഛൻ വിളിക്കുന്നു വാ നമുക്ക് കുഴിവെട്ടി തീർക്കാന്ന്